നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മസാലയിൽ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഒരു ബുൾസൈ ഓംലെറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ വേറെ കറിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മളിവിടെ ഒരു 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞതും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേസ്റ്റ്, റെഡ് ചില്ലിയുടെ പേസ്റ്റ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചില്ലി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീൻസും 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും ചെറുതായി സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വെന്തുടങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഇതിൽ കൂടെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് ഈ പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ. അപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മസാല ഒന്ന് പാനിൽ ഈവൻ ആയിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാല എല്ലാം പാനിൽ ഒരേപോലെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിയിൽ മസാലയാണ് മുഴുവനായിട്ടും. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ആ ഒരു വൈറ്റിൽ ചെറുതായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുട്ടയുടെ ആ മഞ്ഞ ഉണ്ണി ഒന്ന് പൊട്ടാതെ വേണം നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ എഗ് വൈറ്റും മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു 3 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 3 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ സാധാരണ ബുൾസൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് മൊത്തത്തിൽ എടുത്ത് കമഴ്ത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു മഞ്ഞക്കരയൊക്കെ ഉടഞ്ഞ് കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോരോ പീസായിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഈ ഒരു മുട്ടയിൽ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്ത് നല്ല മസാലയോട് കൂടിയിട്ടുള്ള മുട്ട ഓംലെറ്റ് ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു മസാലയിൽ തന്നെ നമുക്ക് ചോറ് പരത്തി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഓരോ മുട്ടയുടെ പീസും നമ്മളിത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ അടിപൊളി മസാല ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. ആ ഒരു മസാലയിൽ ചോറ് പരട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്പൈസി ആയിട്ടുള്ള ഈ ഒരു മുട്ട ഓംലെറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെന്താ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്